മനുഷ്യന് പിതൃക്കളോടുള്ള കടപ്പാടാണ് ബലിതർപ്പണം. ആ കടം വീട്ടേണ്ടത് മനുഷ്യന്റെ ധർമ്മമത്രേ. ഈശ്വരാനുഗ്രഹം പോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും മനുഷ്യന് അനിവാര്യമെന്ന് മഹത് ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. പിതൃക്കൾക്ക് അവരുടെ മോക്ഷത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനമായത് ബാഹുബലി. അതായത് ഈ പിതൃതർപ്പണം കൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ട 5 യജ്ഞങ്ങളിൽ പ്രധാനമാണ് പിതൃതർപ്പണം. അത് ആ പിതൃതർപ്പണം വളരെ ഭംഗിയായിട്ട് ഇവിടെ നിർവഹിക്കുന്നുണ്ട്. ശരിക്ക് നമ്മൾ കാഞ്ചിയിലൊക്കെ പോയിട്ട് ചെയ്യുന്നതിൻ്റെ ഫലം പോലെ അയോധ്യ മധുരാമായ കാശി അവന്തിക പുരിദ്വാരാവതി ചെയ്ത സപ്തൈതേ മോക്ഷദായക അത്തരത്തിലുള്ള മന്ത്രങ്ങൾ വരെ ചൊല്ലിപ്പെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ഈ ചെമ്മണ്ണൂരിലുള്ള ഈ ക്ഷേത്രത്തിലെ ഈ ശിവക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഇങ്ങനെ ചെയ്യാനും ഇവിടെ വന്നിട്ടത് അനുസരിച്ച് പോകാനും ജനങ്ങൾക്ക് കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഇത് അട്ടപ്പാടിയിൽ മല്ലീശ്വരമുടിയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന മല്ലീശ്വര ക്ഷേത്രം. കർക്കിടകവാവ് ദിനത്തിൽ മല്ലീശ്വര ക്ഷേത്ര സന്നിധാനത്തിലും പരിസരത്തും പിതൃതർപ്പണം നടന്നു. പഞ്ചപാണ്ഡവന്മാർ പിതൃതർപ്പണം നടത്തിയത് ഭാരതപ്പുഴയുടെ തീരത്ത് വച്ചാണ് എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഭാരതപ്പുഴയുടെ പാമ്പാടി മുതൽ തിരുനാവായ വരെയുള്ള തീരങ്ങളിൽ ജനം ഈ പുണ്യകർമ്മത്തിനായി എത്തിച്ചേരുന്നു. കർക്കിടകത്തിലെ അമാവാസിക്കാണ് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഈ ദിവസം പിതൃതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് ഏറെ പ്രിയമാണെന്നാണ് വിശ്വാസം. പിതൃക്കളുടെ ഒരു ദിവസം മനുഷ്യന്റെ ഒരു വർഷമെന്നാണ്. എല്ലാ വർഷവും കർക്കിടകവാവിന് പിതൃതർപ്പണം നടത്തിയാൽ അതവർക്ക് ദിവസവും നൽകുന്നതിന് തുല്യമാണ്. വാവ് ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വേണം പിതൃതർപ്പണം നടത്താൻ. ഒരു കർമ്മിയുടെ സാന്നിധ്യത്തിൽ ചാണകമെഴുകിയ നിലത്ത് മണൽ വിരിച്ച് അതിൽ ദർഭപ്പുല്ല് വിരിച്ചാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത്. ദർഭപ്പുല്ലിന്റെ അറ്റം കെട്ടിയുണ്ടാക്കിയ കൂർച്ചത്തിലേക്ക് എള്ള്, ചന്ദനം, പൂവ്, അക്ഷതം എന്നിവ കൂട്ടിയെടുത്ത് പിതൃക്കളുടെ ആത്മാവിനെ ആവാഹിക്കുന്നു. ഖവ്യം അഥവാ ചോറുകൊണ്ടുണ്ടാക്കിയ പിണ്ഡം പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് കുർച്ചത്തിന് നടുവിലായി വെക്കുന്നു. തുടർന്ന് വെള്ളം, പുഷ്പം, എള്ളെണ്ണ എന്നിവ കൊണ്ട് ആരാധന നടത്തുന്നു. ആവാഹിച്ചതുപോലെ തന്നെ തിരിച്ച് ആവാഹിക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകുന്നു. ഭൂഷണിയിൽ പിണ്ടവും മറ്റും വാരിയെടുത്ത് ഒഴുക്കുള്ള ജലാശയത്തിൽ ഒഴുക്കിക്കളഞ്ഞ് മുങ്ങിക്കുളിച്ച ശേഷം ഭസ്മം കുറിയിട്ട് പിതൃക്കളെയും കൈലാസനാഥനെയും നമസ്കരിക്കുന്നതോടെ ചടങ്ങ് പൂർണ്ണമാകുന്നു.